പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12ാം മാസത്തിന്റെ 15ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം പ്രാർത്ഥനയും. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, അമ്മേ സ്തോത്രം, 15 നാളുകൾ എത്ര വേഗം കടന്നുപോയി. ഇനി 2025 നമ്മെ വിട്ട് അമ്മ കടന്നു പോകുവാൻ വെറും 15 ദിനങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ നാം കഷ്ടതയുടെ നടുവിൽ കൂടെ കഴിഞ്ഞ നാടുകളിൽ കേട്ട ദൈവാലോചനകൾക്കൊത്തവണ്ണം സ്തോത്രം നന്മകൾ പ്രാപിക്കുവാൻ കഴിയാതെ വേദനയുടെ നടുവിൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇന്ന് പ്രഭാതം ആയിരിക്കുന്നുവോ? സാരമില്ല കുഞ്ഞെ, ദൈവിക വാഗ്ദത്തം കാണാതെ ഈ ഭൂമിയിൽ നിന്നും ദൈവം നിന്നെ മാറ്റുകയില്ല. 77-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതന്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അനുകൂലമായിരുന്ന ദൈവം ഇപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ ഭവിച്ചതെന്നും ഇനി ഒരിക്കലും ദൈവം അനുകൂലമായിരിക്കയില്ലേ എന്നുമുള്ള ചിന്തകൾ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിനവും നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് വിടുതൽ ലഭിക്കുകയും കഷ്ടത ലഭിക്കാതിരിക്കുകയും കഷ്ടത നീണ്ടുപോകുകയോ അളവ് കൂടി വരികയോ ചെയ്യുമ്പോൾ മിക്ക ദൈവമക്കളും ഇങ്ങനെ ചിന്തിച്ചു പോകും. എന്നാൽ നാം ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ കഷ്ടതയിൽ ദൈവം നമ്മുടെ പങ്കാളിയായി കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. കഷ്ടത വരുമ്പോൾ ദൈവകൃപയുടെയും സ്നേഹത്തിൻ്റെയും ഒഴുക്ക് നിന്നു പോകുന്നു എന്നുള്ള ദൈവമക്കളുടെ ചിന്തയ്ക്ക് അടിസ്ഥാനമില്ല. കഷ്ടത വരുമ്പോഴാണ് കൃപ അധികം പകരപ്പെടുന്നത് എന്നതാണ് വാസ്തവം. ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? ദൈവം കരുണ കാണിപ്പാൻ മറന്നുപോയോ? എനിക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയൊന്നും കാണുകയില്ലായിരിക്കും. എന്നെ ഓർക്കുവാൻ മാത്രം ഞാൻ അത്ര വലിയ ആളൊന്നുമല്ലല്ലോ, ദൈവത്തിന് എന്നെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ലായിരിക്കും എന്നിങ്ങനെയുള്ള ചിന്തകൾക്കും സ്ഥാനമൊന്നുമില്ല കേട്ടോ. ദൈവവചനം പറയുന്നു, പ്രിയ ദൈവവൈതലേ, പുഴുവായ യാക്കോബ് പോലും ദൈവത്തിന് വിലയേറിയവനായിരുന്നു, മാന്യനാണെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കടഭാരം, സാമ്പത്തിക നഷ്ടങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, മരണങ്ങൾ, മറ്റുള്ളവരാൽ നേരിടുന്ന അവഗണനകൾ, ജീവിത പരാജയങ്ങൾ തുടങ്ങിയവ എല്ലാം കഷ്ടതയുടെ ഗണത്തിൽ വരും. എന്നാൽ നമുക്ക് നേരിടുന്ന കഷ്ടതയുടെ പൂർണ്ണ ഉദ്ദേശം ദൈവ ഉദ്ദേശം വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. ഹല്ലേലൂയ. അതാണ് സത്യം. നാം എത്രയെല്ലാം ദൈവവചനം നിരത്തി വെച്ചാലും അതിന് വ്യക്തമായ മറുപടിയും ആകുന്നില്ല. നിത്യതയിൽ നാം എത്തിക്കഴിയുമ്പോൾ മാത്രമേ പലതിനും ഉത്തരം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ചില ഭക്തന്മാർ അനുഭവിച്ച കഷ്ടതയിൽ നിന്നും മോചനം പ്രാപിച്ചതിന് ശേഷം അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ച പാഠം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോസഫിൻ്റെ കഷ്ടതയിൽ കൂടെ യോസഫ് എത്രയോ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ദാവീദ് എത്രയോ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. ദാനിയേൽ എത്രയോ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കുന്നതിന് അപ്പുറമായ കഷ്ടത അനുഭവിച്ച ഭക്തനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിന്റെ കഷ്ടതയിൽ കൂടെ ഒരു മനുഷ്യരും കടന്നു പോയിട്ടുണ്ടാകത്തില്ല. എന്നാൽ സ്തോത്രം, സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയങ്ങളിൽ ദൈവത്തോട് അടുക്കുന്നതിനേക്കാൾ കഷ്ടതയുടെയും വേദനയുടെയും സമയങ്ങളിലാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കഴിയുന്നതും ദൈവത്തെ അടുത്തറിയുവാൻ ഇടയാകുന്നതും എന്നതിന് സംശയമൊന്നുമില്ല. നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ കുറിച്ചും അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും കരുതലിൻ്റെ വ്യാപ്തിയും നടത്തിപ്പിൻ്റെ ശ്രേഷ്ഠതകളും നാം ആഴത്തിൽ അറിയുവാൻ വേണ്ടി ദൈവം നമ്മെ ചില കഷ്ടതകളിൽ കൂടെ കടത്തിവിടാറുണ്ട്. ഒരു കാര്യം
ബുദ്ധി കൊണ്ട് പഠിക്കുന്നതും അനുഭവം കൊണ്ട് പഠിക്കുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. ബുദ്ധി കൊണ്ട് പഠിച്ചതും ബുദ്ധി കൊണ്ട് പറയുന്നതും മറ്റൊരുവൻ്റെ ബുദ്ധിയിലേക്ക് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. എന്നാൽ അനുഭവത്തിൽ നിന്നും പഠിക്കുന്നതും ഹൃദയത്തിൽ നിന്നും പകർന്നു കൊടുക്കുന്നതുമായ കാര്യങ്ങളും മറ്റൊരുവൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും സ്വാധീനിക്കും. കഷ്ടതയും സ്തോത്രം ഹല്ലേലൂയ വിശപ്പും നന്നായി അറിഞ്ഞവന് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കുവാനും സ്തോത്രം ഹല്ലേലൂയ ദാനം നൽകുവാനും ഒക്കെ സഹജീവികളോടുള്ള സഹാനുഭൂതിയും ഉണ്ടാകുകയുള്ളൂ. ആകയാൽ പ്രിയ ദൈവവേദിയിലെ നാം കഷ്ടത അനുഭവിക്കുന്നു എങ്കിൽ അത് നമ്മുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും കാരണമാകുമെന്ന് നാം വിശ്വസിക്കണം. ആകയാൽ നാം ചിലതിൽ എല്ലാം പ്രാപ്തരായി തീരുവാൻ ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുമാണ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതയുടെയും ദൈവ ഉദ്ദേശമെന്ന് നാം തിരിച്ചറിയുവാൻ ഇടയാകണം. അങ്ങനെ ആയാൽ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം ഞാൻ കഷ്ടത അനുഭവിച്ചുകൊണ്ട് നിത്യത എത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ അത് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. അയ്യോ പറയുന്നു സ്തോത്രം നന്മ അനുഭവിച്ചപ്പോൾ നന്മ നമുക്ക് തന്നപ്പോൾ നാം അനുഭവിച്ചു, കഷ്ടതയും തരുമ്പോൾ നാം അനുഭവിക്കണം. സ്തോത്രം ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവവൈതലേ, ദൈവദാസന്മാരെ ഈ കഷ്ടതയെല്ലാം മാറും. ആമേൻ, ഹല്ലേലൂയ. നിത്യത വരെയും നമുക്ക് കഷ്ടതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്കൊരു വിശാലത ദൈവം നൽകുവാനിടയാകും. കഴിഞ്ഞ നാളുകളിൽ ഭക്തന്മാരെ ഈ ഭൂമിയിൽ വെച്ച് അനുഗ്രഹിച്ച അതേ ദൈവം സ്തോത്രം ഹല്ലേലൂയ നമ്മെയും അനുഗ്രഹിപ്പാനിടയാകും, നമ്മുടെ തലമുറകളെ അനുഗ്രഹിപ്പാനിടയാകും. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ നല്ല ദൈവമേ, അനുഗ്രഹം ശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മക നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.